ഇന്നലെ ആക്ച്വലി എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ്. അപ്പോൾ ആൾക്ക് ഓൾറെഡി പ്രീവിയസ് 3 ഹിസ്റ്ററി ഓഫ് അബോർഷൻ ഉണ്ട്. ഇപ്രാവശ്യവും കൺസീവ് ചെയ്തിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് കൺസീവ് ചെയ്തതാണ്, ബട്ട് ഇപ്രാവശ്യവും അബോർഷനായി. അപ്പോൾ ഇങ്ങനെ ഒരു കപ്പിളിനെ എങ്ങനെയാണ് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക? നമ്മൾ ഇപ്പോൾ താൻ ഈ പറഞ്ഞ കണ്ടീഷൻ പറയുന്ന പേരാണ് റിപ്പീറ്റഡ് ആയിട്ട് അബോർഷൻ ആവുക, അല്ലെങ്കിൽ റിക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് എന്ന് പറയും. ഈ റിക്കറൻറ്റ് പ്രഗ്നൻസി ലോസിന് പ്രധാനമായിട്ടും ഒരു 5 പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന് ജനറ്റിക്സ് എന്ന് വെച്ചാൽ ജനിതകപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുക. 2 അനാറ്റമിക്കൽ എന്ന് വെച്ചാൽ ഗർഭാശയത്തിൻ്റെ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൻ്റെതായ എന്തെങ്കിലും സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടാവുക. 3 ഒരു ത്രോംബോസിസ് എന്ന് വെച്ചാൽ ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ എന്തെങ്കിലും മെക്കാനിസം മൂലം ഉണ്ടാകുന്ന ചേഞ്ച്. പിന്നെ കുറച്ച് ഇമ്മ്യൂണോളജിക്കൽ, ബോഡി തന്നെ അതിനെ റിജക്റ്റ് ചെയ്യുന്നൊരു പ്രശ്നം ഉണ്ടാവുക. 4 ഹോർമോൺസ്, ഇപ്പോൾ തൈറോയിഡ്, ഡയബറ്റീസ് അങ്ങനത്തെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ മൂലം ഈ അബോർഷൻ സാധ്യതയുണ്ട്. ഇതെന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇതിനൊരു ഉത്തരം നമുക്ക് തരാൻ പറ്റും. പലപ്പോഴും ഇങ്ങനത്തെ കണ്ടീഷൻ വരുമ്പോഴത്തേന് നമ്മൾ ഇപ്പോൾ തൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചാൽ തന്നെ അറിയാം, ഇതിൻ്റെ ഒരു പ്രോപ്പർ ഇവാലുവേഷൻ പലപ്പോഴും കാണത്തില്ല. നമ്മളെപ്പോഴും ഈ അന്ധനാനെ കാണുമെന്ന് പറയത്തില്ലേ? ഇപ്പം നമ്മൾ മൊറവാന്ന് പറയും, നമ്മൾ ചെവിയായിരിക്കും തൊട്ടിരിക്കുന്നത്. തൂണാന്ന് പറയും, നമ്മൾ കാലായിരിക്കും തൊട്ടിരിക്കുന്നത്. അപ്പം ആ ആനയെ മുഴുവനായിട്ട് കാണുന്ന ഒരവസ്ഥ പലപ്പോഴും ഈ റിക്കറൻറ്റ് പ്രഗ്നൻസി ലോസിൻ്റെ ഇവാലുവേഷൻ നമ്മൾ വളരെ ആപ്റ്റാണ്. അപ്പോൾ നമ്മൾ ആ എല്ലാ കണ്ടീഷനും നമ്മൾ പ്രോപ്പർലി ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമേ ഇതൊരു ആനയാണ്, അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ ഇതുമൂലമാണ് ഈ ഗർഭം അലസി പോകുന്നതെന്നുള്ളൊരു കറക്റ്റ് ഉത്തരം നമുക്ക് കിട്ടാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ മോഡേൺ മെഡിസിനിൽ ഏതൊരു കാര്യത്തിനും അസുഖം എന്താണെന്ന് നമ്മൾ പറയുന്നത് എങ്ങനെ, അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ്. ഇത് ഇന്നതാണ് കാരണം, അപ്പോൾ നമ്മൾ ഇന്ന കാരണത്തെ ട്രീറ്റ് ചെയ്താൽ അസുഖം ഭേദമാകും. അതുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ഗർഭം അലസി പോകുന്നതിനും നമ്മൾ ആ ഒരു അനാലിസിസ് ഷുഡ് ബി കംപ്ലീറ്റ്. അതിനത് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം, എന്നിട്ട് അതിൻ്റെ ഒരു വ്യക്തത വരുത്തുക, അതിനുശേഷം ട്രീറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ സയൻസ് പറയുന്നത് 2 അതിലധികമോ ഗർഭം അലസി പോവുകയാണെങ്കിൽ അതിന് നമ്മൾ റിക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് എന്ന് പറയും. അപ്പം റിക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് ഉള്ളവർക്ക് എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് ഗർഭം അലസി പോവുക, അതൊരു അസുഖം തന്നെയാണ്. അപ്പോൾ അതിനെ നമ്മൾ ആക്ച്വലി ശാസ്ത്രീയമായി അതിനെ അപഗ്രഥിക്കണം, എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്നുള്ളത്. അത് പിന്നീടുള്ള ഗർഭം അലസി പോകാതിരിക്കാനും അടുത്ത ഗർഭം നല്ല വിധത്തിൽ മുന്നോട്ട് പോയി ഒരു ഹെൽത്തി ബേബി ഉണ്ടാവുന്നതിനും നമ്മൾ ഈ പരിശോധനകൾ പലപ്പോഴും ഹെൽപ്ഫുൾ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക്കലി ചോദിച്ചത്, ആദ്യത്തെ ഗർഭം ഇപ്പം 4ാമത്തെ ഗർഭം പോയി എന്ന് പറഞ്ഞല്ലോ, അത് മിസ്കാരേജ് ആയി കഴിഞ്ഞോ, അതോ അതിന്റെ എല്ലാം തീർന്നു, അതോ ഇപ്പോഴും അബോർഷൻ ആയെന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്? അല്ല, അത് തീർന്നതാണ്. അപ്പോൾ ഇവർ സ്പോണ്ടേനിയസ്ലി കൺസീവ് ചെയ്യുന്ന കപ്പിളാവുമ്പം അവർ പിന്നെ അടുത്ത പ്രാവശ്യം ശരിയായിരിക്കും ഒരു തോന്നലുണ്ടാവുമല്ലോ. ദിസ് ടൈം ഓൾസോ, ബട്ട് പ്രോഡക്റ്റ് ഓഫ് കൺസെപ്ഷൻ അവരൊന്നും ചെയ്തു. പക്ഷെ അതിൽ സിഗ്നിഫിക്കൻസ് ഇല്ലേ നമുക്ക്? പ്രോഡക്റ്റ് ഓഫ് കൺസെപ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന ആ പ്രഗ്നൻസിയുടെ തുടക്കമായ ഒരു ഭാഗം, ഭ്രൂണം. അപ്പം ഇപ്പോഴത്തെ നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത് ഒരു ആദ്യത്തെ 3 മാസത്തിൽ നമ്മളൊരു അബോർഷൻ ആവുകയാണെങ്കിൽ ഈ ഗർഭസ്ഥ ശിശു, അല്ലെങ്കിൽ നമ്മുടെ ഒരു അബോർട്ടസ് എന്ന് പറയുമല്ലോ, ഇതിൻ്റെ ഒരു പരിശോധന ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു കാരണം മനസ്സിലാക്കുമെന്ന്. അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പരിശോധനയാണ്. പലപ്പോഴും ഇപ്പം നമ്മൾ ഉണ്ടായതുപോലെ തന്നെ അബോർഷനായി അതൊരു വൈകാരിക തലത്തിലായിരിക്കും പിന്നെ നിയന്ത്രിക്കപ്പെടുന്നത്. അബോർഷനായി സാരമില്ല, നമ്മൾ അബോർട്ടായി പോട്ടെ, അടുത്ത പ്രഗ്നൻസി നോക്കാം. അപ്പോൾ ഈ ഒരു ക്ലീഷയിലൂടെ പോവാതെ നമുക്ക് ഈ ഒരു സാധനത്തെ നമുക്ക് പരിശോധിക്കാൻ പറ്റുമെങ്കിൽ കുറേ കാരണങ്ങൾ നമുക്ക് മനസ്സിലാവും. ബിക്കോസ് അതിനാണ് നമുക്ക് ചെറിയ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ അബോർട്ട് ചെയ്ത ടിഷ്യൂ നമുക്ക് അബ്നോർമൽ ആയിട്ട് റിപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും നമ്മുടെ ഇൻവെസ്റ്റിഗേഷനോ അല്ലെങ്കിൽ ലൈൻ ഓഫ് മാനേജ്മെന്റ്? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ പരിശോധന എന്ന് പറഞ്ഞാൽ ഈ അബോർട്ടസ് ആവുന്ന ടിഷ്യൂവിൻ്റെ പരിശോധനയാണ്. ഇതിൻ്റെ ഒരു ജനിതകപരമായ പരിശോധന നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ പരിശോധനയിൽ നമുക്ക് 2 ഉത്തരങ്ങൾ കിട്ടും. ഒന്നുകിൽ ആ ടിഷ്യൂ വളരെ നോർമലാണ്, ജനിതകപരമായി നോർമലാണ്, നമ്മൾ യൂപ്ലോയിഡ് എന്ന് പറയും, ക്രോമസോമലി ഹെൽത്തി. 2ാമത്തെ അബ്നോർമലാണ്, അബ്നോർമൽ ക്രോമസോം മൂലമാണ്. അതാണ് ഉത്തരവെങ്കിൽ നമ്മൾ ആ അബോർഷൻ ആവാനുള്ള കാരണം ഒരു അബ്നോർമൽ ഗർഭം നമ്മുടെ വയറ്റിനുള്ളിൽ വന്നതുകൊണ്ടാണ്. അത് നമുക്ക് ആർക്കും തെറ്റല്ല. പക്ഷേ അതേസമയം നോർമൽ ഭ്രൂണമാണ് ഇരിക്കുന്നത് നമുക്ക്, പക്ഷേ അത് അബോർട്ടായി പോയി. അപ്പോൾ നമ്മൾ കുറച്ച് പരിശോധനകളോട് ചെയ്യണം. പക്ഷേ ഒരു 70 മുതൽ 80% ഈ ആദ്യത്തെ 3 മാസങ്ങൾ അബോർഷൻ ആവുന്നത് യൂഷ്വലി ഈ അപാകതമായ ഒരു ക്രോമസോമിലെ അബ്നോർമലായ ഭ്രൂണം ആകുമ്പോഴത്തേനാണ്. അപ്പോൾ അതിന് നമുക്ക് പല പരിശോധനകളും ഫർദറായിട്ട് ചെയ്യേണ്ടി വന്നേക്കാം. അത് ആ ഒരു പരിശോധനകളാണ് നമ്മൾ ഈ റിക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് അഥവാ റിപ്പീറ്റഡ് ആയിട്ട് ഗർഭം അലസി പോകുമ്പോൾ ഉള്ള പ്രിപ്പറേഷൻ. അടുത്തൊരു പ്രഗ്നൻസി ആവുന്നതിന് മുമ്പ് നമ്മൾ ഈ പരിശോധനകളെല്ലാം ചെയ്തിട്ട് ശേഷമേ നമുക്ക് മുമ്പോട്ട് പോകാവുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ ഇപ്പോൾ അബ്നോർമലായിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ കപ്പിളിന് വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ പ്ലാൻ ചെയ്യുമോ? ഇപ്പോൾ ഐദർ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫാണോ ഈ അബ്നോർമാലിറ്റിക്ക് കാരണം, അല്ലെങ്കിൽ അതിനോട് ലിങ്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഒരു അബ്നോർമൽ എംബ്രിയോ വന്നിരിക്കട്ടെ, അപ്പം ആ ഒരു അബ്നോർമൽ ഭ്രൂണം എന്തുകൊണ്ടാണ് കുട്ടിയുടെ വയറ്റിൽ വരുന്നത്? ഒന്നുകിൽ
പുരുഷ ബീജത്തിൻ്റെ എന്തെങ്കിലും അപാകതകൾ മൂലമാവും, അല്ലെങ്കിൽ അണ്ടത്തിൻ്റെ എന്തെങ്കിലും അപാകതകൾ മൂലമാവും, അല്ലെങ്കിൽ ഇത് രണ്ടും നോർമൽ ആയിരിക്കാം. ഒരു ഭ്രൂണം ആയി കഴിയുമ്പോൾ അതിലുണ്ടാകുന്ന ജനിതകപരമായ വ്യത്യാസങ്ങൾ മൂലമാവും. ഇത് എന്തുകൊണ്ടാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കുറച്ച് പരിശോധനകളൊക്കെ ഉണ്ട്. അതൊന്ന് ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ജനിതകപരമായ അവസ്ഥകൾ പരിശോധിക്കുന്ന കാരിയോടൈപ്പ് എന്ന് പറഞ്ഞൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ടെസ്റ്റാണ്, വലിയ ചിലവൊന്നുമില്ല. പക്ഷേ അതിന് റിസൾട്ട് വരാൻ ഏകദേശം ഒരു 10 ദിവസമൊക്കെ എടുക്കും നമ്മൾ ബ്ലഡ് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ റിപ്പോർട്ടിലൂടെ ഹസ്ബൻഡും വൈഫും ജനറ്റിക്കലി നോർമൽ ആണോ ഇല്ലയോ എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അത് ഭയങ്കര ഒരു റിയഷുറൻസ് ആണ്. ആൻഡ് തന്നെയല്ല, അതൊരു അബ്നോർമൽ ആണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള കുറച്ച് ജനിതകപരമായ ഡീറ്റെയിൽ ആയിട്ടുള്ള ചില ഘടകങ്ങളിലൂടെ നമ്മൾ കിടക്കേണ്ടി വരും. അതെ. അപ്പോൾ പാർട്ട്നേഴ്സ് അബ്നോർമൽ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ കാരിയോടൈപ്പ് എന്ന് പറഞ്ഞ ഇൻവെസ്റ്റിഗേഷനിൽ നമുക്ക് പാർട്ട്നേഴ്സ് അബ്നോർമൽ എന്ന് കാണുകയാണെങ്കിൽ നമുക്ക് അതിനൊരു ആൻസർ ആയി. ബട്ട് പാർട്ട്നേഴ്സ് നോർമൽ ആണെങ്കിലും നമുക്ക് ആക്ച്വലി എംബ്രിയോ അബ്നോർമൽ ആവാം അല്ലേ? അങ്ങനത്തെ സാഹചര്യം നമ്മൾ ഈ ഒരു പരിശോധന ചെയ്യുമ്പം ഇപ്പം നമ്മൾ പാർട്ട്നേഴ്സിന്റെ കാരിയോടൈപ്പ് ബ്ലഡ് ടെസ്റ്റ് നോക്കി ഒരു നല്ല ശതമാനവും അത് നോർമൽ എന്നുള്ള റിപ്പോർട്ടായിരിക്കും. ബിക്കോസ് ജനിതകപരമായി ഒരു ജനറ്റിക് അബ്നോർമാലിറ്റി വരാവുന്നത് ഒരു 5% ആൾക്കാർക്കാണ്. ആൻഡ് അവർ രണ്ടുപേരും പെർഫെക്റ്റ്ലി നോർമൽ ഇൻഡിവിജ്വൽസ് അല്ലേ. അപ്പോൾ അവർക്കൊരു ജനിതകപരമായി ചേഞ്ച് വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇവർക്ക് ജനറ്റിക്കലി അബ്നോർമൽ അല്ലെങ്കിൽ കൂടെ ഭ്രൂണത്തിന് വൈകല്യങ്ങളുണ്ടാവും. അപ്പം ആ ഭ്രൂണം അബ്നോർമലായി പോവുകയാണെങ്കിൽ അത് ഗർഭവലസി പോകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അപ്പം ജനറ്റിക്കലി അവർ അബ്നോർമൽ ആവണമെന്ന് നിർബന്ധമില്ല മിക്കവാറും കണ്ടീഷൻസിൽ. എസ്പെഷ്യലി നമ്മളിപ്പോൾ ഏജ് ആയിട്ട് കോറിലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സാറിൻ്റെ എക്സ്പീരിയൻസ്? നമ്മളെപ്പോഴും ഏജ് എന്ന് പറയുമ്പം നമ്മളൊരു കുട്ടി ഉണ്ടാകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്തുവാ? ഫീമെയിൽ ഏജും ഫീമെയിലിൻ്റെ അണ്ടത്തിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ അത് വളരെ റിലേറ്റഡ് ആണ്. അപ്പോൾ ഒരു 35 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 37 വയസ്സിന് ശേഷമാണെങ്കിൽ കൂടുതലും നമ്മൾ ക്രോമസോമൽ വൈകല്യങ്ങളുള്ള എഗ്സ് നമുക്ക് ഫെർട്ടിലൈസ് ചെയ്യപ്പെടും. അതുമൂലം നമുക്കുണ്ടാവുന്ന ഭ്രൂണം മോശമായി പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇപ്പോൾ ഫീമെയിൽ ഏജ് ചെറുപ്പമാണെങ്കിൽ, ഇപ്പം ഫ്രണ്ട് എന്ന് പറയുന്നത് സപ്പോസ് ഒരു 30 വയസ്സുള്ള കുട്ടിയാന്നിരിക്കട്ടെ, അവർക്കൊന്നും ഇങ്ങനത്തെ അപാകതകൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പിന്നെ നെക്സ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്താണ് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുക അവർക്ക്? അപ്പോൾ നമ്മളിപ്പം ഒരു ഗർഭവലസി പോയ ഒരു സെനാറിയോ വരുമ്പോൾ ആദ്യം നമ്മൾ അബോർട്ടസ് ടിഷ്യൂവിനെ നമ്മൾ പരിശോധനയ്ക്ക് അയക്കുന്നു, ജനിതകപരമായി അയക്കുന്നു. അത് നോർമലാണ്. അപ്പോൾ നമുക്കറിയാം ആ ടിഷ്യൂവിൻ്റെ ഒരു അപാകത മൂലമല്ല ഗർഭവലസി പോയത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത പ്രഗ്നൻസി ട്രൈ ചെയ്യാനും പോലും പറ്റുള്ളൂ. അപ്പം ഇത് നമ്മൾ ബേസിക്കലി നമ്മൾ നോക്കുന്നത് കുറച്ച് കാര്യങ്ങൾ അനലൈസ് ചെയ്യാണ്. അതിന് നമ്മൾ പ്രീ കൺസെപ്ഷ്യൽ കെയർ അഥവാ അടുത്ത പ്രഗ്നൻസി ആവുന്നതിന് മുമ്പുള്ള കെയർ എന്ന് പറയും. അത് മെയിൻലി ഈ റിപ്പീറ്റഡ് ആയിട്ട് ഗർഭവലസി പോകുന്നതിനുള്ള പല കാരണങ്ങൾ നമ്മൾ ചെയ്യുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യൂട്രസിൻ്റേതായുള്ള ചില അപാകതകൾ. ഇപ്പോൾ നമുക്കറിയാമല്ലോ, യൂട്രസ് എന്ന് പറയുന്ന ഒരു പിയർ ഷേപ്ഡ് ഓർഗൻ എന്നാണ് പറയുന്നത്. പിയർ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടിൻ്റെ ഓർഗൻ. പക്ഷേ ഈ ഗർഭാശയത്തിൻ്റെ ഉള്ളിലുള്ള അറകളുണ്ടല്ലോ, അത് സാധാരണ ഇതിൽ ഒരറേ കാണത്തുള്ളൂ. ചിലർക്ക് സെപ്റ്റം ഒരു ചെറിയൊരു ഡിവിഷൻ ഉണ്ടാവും. അപ്പം 2 ഗർഭാശയം പോലെയൊക്കെ അത് കാണും. അപ്പോൾ അങ്ങനെ യൂട്രസിനകത്തുണ്ടാവുന്ന ചില ചേഞ്ചസ് ഈ ഗർഭാലസി പോകുന്നതിന് കാരണമാണ്. അപ്പോൾ എനിത്തിങ് ഇന്റർഫിയറിംഗ് ഇൻ ദ യൂട്രൈൻ എൻവയൺമെന്റ് സ്ട്രക്ചറലി അതും ഒരു റീസൺ ആവാണ്. അതെ, ഈ യൂട്രസിന് ഉണ്ടാകുന്ന ഈ സ്ട്രക്ചറൽ ചേഞ്ചസ് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അൾട്രാസൗണ്ട്, ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ സെൻറ്ററിലും ഇപ്പോൾ അൾട്രാസൗണ്ട് നമ്മൾ 3D അൾട്രാസൗണ്ട് എന്ന് പറയും. നമ്മളൊരു നോർമൽ അൾട്രാസൗണ്ട് ചെയ്യുന്നു, ഒരു 3 ഡയമെൻഷണൽ പിക്ചർ എടുക്കാൻ ഒരു ബട്ടൺ ചെക്കുന്നതിൽ ഒരു ലാഘവം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ യൂട്രസിനകത്ത് എന്തെങ്കിലും അറകളുണ്ടോ, സെപ്റ്റം ഉണ്ടോ, അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ തിരിച്ചറിയാം. ആൻഡ് സപ്പോസ് ഒരു സെപ്റ്റം ആണെന്നിരിക്കട്ടെ, അത് കുറച്ച് പേർക്ക് ഉണ്ടാവാവുന്ന ഒരു കാര്യമാണ്. ആ സെപ്റ്റത്തെ നമ്മളൊന്ന് മുറിച്ചു വിട്ടാൽ ആ ഗർഭാശയം നോർമൽ ഷേപ്പിലായി. ആൻഡ് ഈ പറയുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള അലസൽ നമുക്കൊരു ഓൾമോസ്റ്റ് 90% അതാണ് കാരണമെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ അനാറ്റമിക്കൽ അഥവാ യൂട്രസിന്റെ സ്ട്രക്ചറിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് കണക്കാക്കാവുന്നതാണ്. യൂട്രസിന്റെ ഇത് അബ്നോർമാലിറ്റി അല്ലാണ്ട് വേറെ ഏതാണ് കാരണങ്ങൾ? പിന്നെ വളരെ കോമൺലി കാണുന്ന ഒരു പ്രശ്നമാണ് ചില അസുഖങ്ങൾ. APLA എന്ന് പറയും. APLA എന്ന് വെച്ചാൽ ആൻറ്റി ഫോസ്ഫോലിപ്പിഡ് ആൻറ്റിബോഡി സിൻഡ്രോം. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ കൂടെ രക്തം ചുമ്മാ ഒഴുകിക്കൊണ്ടിരിക്കുമല്ലേ. പക്ഷേ നമ്മളിപ്പോൾ കയ്യിലൊരു മുറിവുണ്ടായി, എന്ത് പറ്റും? രക്തം വെളി വരുന്നു, അപ്പോൾ തന്നെ അത് കട്ട പിടിക്കും. അപ്പോൾ നമ്മൾ ഈ ശരീരത്തിനകത്തൂടെ പോകുന്ന ഈ രക്തം എന്തുകൊണ്ടായി കട്ട പിടിക്കാതിരിക്കുന്നത്? ബിക്കോസ് നമ്മളെ രക്തക്കുഴലിൻ്റെ അകത്തൊരു കൊഴുപ്പിൻ്റെ ആവരണമുണ്ട്. അതിന് പറയുന്ന പേരാണ് ഫോസ്ഫോലൈപ്പിഡ്. ഈ ആവരണത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ചില ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിലുണ്ടാവും. അതിന് പറയുന്നതാണ് APLA, അത് ആൻറ്റി ഫോസ്ഫോലിപ്പിഡ് ആൻറ്റിബോഡി. ഇത് ഉള്ള സ്ത്രീകളിൽ ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള സാധ്യത കൂടും. അപ്പോൾ നമുക്കൊരു കുട്ടിയായി കഴിയുമ്പം അമ്മയുടെ ശരീരവും കുട്ടിയുടെ ബ്ലഡ് നമ്മൾ ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ലല്ലോ. നമ്മൾ പ്ലാസൻ്റ എന്ന് പറഞ്ഞൊരു അറകളിലൂടെയാണ് ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പം ഈ പ്ലാസൻ്റയ്ക്കകത്തുള്ള ചെറിയ ചെറിയ വെസൽസിൽ അമ്മയ്ക്ക് ഈ APLA അസുഖം ഉണ്ടെങ്കിൽ ചെറിയ ബ്ലഡ് ക്ലോട്ട് ആവും. അതിന് പറയുന്ന പേരാണ് മൈക്രോത്രോംബിൻ. ഈ മൈക്രോത്രോംബസ് വരുമ്പോൾ എന്ത് പറ്റും? അപ്പം അമ്മയുടെ ശരീരത്തിൽ നിന്നും അല്ലെങ്കിൽ കുട്ടിയുടെ ശരീരത്തിൽ നിന്നുള്ള ബ്ലഡിൻ്റെ ട്രാൻസ്പോർട്ട് നിൽക്കും. അപ്പം കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് തുടങ്ങുന്ന സമയം, അത് യൂഷ്വലി ഒരു 7ാമത്തെ ആഴ്ചയൊക്കെ ആയിരിക്കും ഹാർട്ട് ബീറ്റ് നമ്മൾ ചെയ്യുക. ആ സമയമാകുമ്പോഴത്തേന്
കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ ഉണ്ടായ ഹാർട്ട് ബീറ്റ് നിന്ന് പോകും. ഇത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ റിപ്പീറ്റഡ് ആയിട്ട് ഗർഭപാലിച്ച് പോകുന്നത്. ഇതും നമുക്കൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഒരു രക്തം കൊടുത്ത് ഈ ഒരു 3-4 തരത്തിലുള്ള ആൻറ്റിബോഡീസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനും ഫലവത്തായ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതിന് താൻ ചിലപ്പോൾ കേട്ട് കാണും, ചില പേഷ്യൻസ് തുടക്കം മുതൽ അവസാനം വരെ ചില ഇഞ്ചക്ഷൻസ് എടുക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഈ ഹെപ്പാരിൻ എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ. ഈ ഹെപ്പാരിൻ എന്ന് വെച്ചാൽ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ വേണ്ടിയുള്ള, ഇപ്പം ഹാർട്ട് അറ്റാക്ക് ഒക്കെ കഴിഞ്ഞവർക്കൊക്കെ എടുക്കുന്നതൊക്കെ. അതുപോലെ തന്നെ പ്രഗ്നൻസി സമയത്ത് ചിലപ്പോൾ ഇഞ്ചക്ഷൻ കൊടുക്കും. അത് ഈ APLA അസുഖം ഉള്ളവർക്ക് ഈ ഹെപ്പാരിൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ ബ്ലഡ് ക്ലോട്ട് ആവുന്ന ഒരു ടെൻഡൻസി കുറയും. അപ്പോൾ നമുക്ക് ഗർഭം നല്ല വിധത്തിൽ മുമ്പോട്ട് പോകാം. ആൻഡ് സയൻസ് പറയുന്ന ഒരു 80% വരെ നമുക്ക് സക്സസ് ഇതിലൂടെ കിട്ടുമെന്നുള്ളതാണ്. പക്ഷേ ഈ ചികിത്സ ഇച്ചിരി ചിലവേറിയതാണ്. ലക്കിലി സമൂഹത്തിൽ ഇത് വളരെ കൂടുതലല്ല. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ചെയ്യുവാണെങ്കിൽ, ഡിറ്റക്ട് ചെയ്യുവാണെങ്കിൽ ഇത് നമുക്ക് പരിഹരിക്കാവുന്ന ഒരു കണ്ടീഷനാണ്. ഇപ്പോൾ ഫീമെയിൽ പാർട്ട്ണറിന് അവർക്ക് വേറെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ്, ഐദർ ഡയബറ്റീസോ അല്ലെങ്കിൽ തൈറോയിഡോ അങ്ങനത്തെ എന്തെങ്കിലും ഡിസീസസ്, അതുമൂലം നമുക്ക് അബോർഷൻ ഹിസ്റ്ററി വരും. നമുക്ക് പ്രധാനമായും ഡയബറ്റീസും തൈറോയിഡും മൂലം അബോർഷൻ ഉണ്ടാവും. അപ്പം ഡയബറ്റീസ് ഒട്ടും കൺട്രോൾ അല്ലെങ്കിൽ അബോർഷൻ്റെ റിസ്ക് കൂടുതലാണ്. അതുപോലെ തൈറോയിഡ് ഹോർമോൺ ഹൈപ്പോതൈറോയിഡിസം അതും കൺട്രോൾ അല്ലെങ്കിൽ അബോർഷൻ റിസ്ക് ഉണ്ട്, എസ്പെഷ്യലി ആദ്യത്തെ 3 മാസങ്ങളിൽ. അപ്പം റിപ്പീറ്റഡ് ആയിട്ട് ഗർഭപാലിച്ച് പോകുന്നവർക്ക് തൈറോയിഡും ഡയബറ്റീസും നോർമലൈസ് ചെയ്യണം. അത് പ്രഗ്നൻസി ആവുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഗർഭം ആവുന്നതിന് മുമ്പ് തന്നെ ഇത് കറക്റ്റ് ചെയ്യാൻ നല്ലൊരു എംബ്രിയോ ഡെവലപ്പ് ചെയ്യും. മുമ്പോട്ടുള്ള ഡെവലപ്മെൻറ്റ് ഹെൽത്തി ആയിരിക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയേണ്ടതാണ്. നമ്മൾ പ്രഗ്നൻസി എന്ന് പറയുന്നത് ആ ലേഡിയെ സംബന്ധിച്ചോളം ആ കുട്ടി എന്ന് പറയുന്ന പെണ്ണിൻ്റെ ശരീരത്തിൽ ഒരു ഫോറിൻ ബോഡിയാണ് അല്ലേ. അപ്പം ബോഡി നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു, നമ്മൾ ബോഡി റിജക്ട് ചെയ്യത്തില്ലേ. അതുപോലെ ആ ഭ്രൂണത്തെ റിജക്ട് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് നമ്മുടെ ശരീരത്തിനുള്ളത്. അപ്പോൾ ഈ റിജക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുന്ന നമ്മുടെ ഒരു ഇമ്മ്യൂണോളജിക്കൽ പ്രൊട്ടക്ഷനാണ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അപ്പോൾ ഈ റിപ്പീറ്റഡ് ആയിട്ട് ഗർഭപാലിച്ച് പോകുന്നവർക്ക് ഇങ്ങനത്തെ ഇമ്മ്യൂണോളജിക്കൽ പ്രോബ്ലംസ് വരാം. അത് കൂടുതലും നമ്മൾ ഈ ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ, SLE എന്നൊക്കെ പറഞ്ഞ ചില അസുഖങ്ങളുണ്ട്, അതൊക്കെ ഉള്ളവർക്ക് ഇത് കൂടുതലായിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് പ്രതിരോധിക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ കൂടുതലും നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന ഒരു ഹോർമോൺ പ്രൊജസ്ട്രോൺ എന്ന് പറയും. അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണാണ്. പ്രൊജസ്ട്രോൺ എന്ന് വെച്ചാൽ പ്രോ ജെസ്റ്റേഷൻ, ജെസ്റ്റേഷൻ എന്ന് വെച്ചാൽ പ്രഗ്നൻസി, പ്രോ എന്ന് വെച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ നമ്മുടെ ബോഡിയിൽ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ബോഡി തന്നെ ഈ ഭ്രൂണത്തെ റിജക്ട് ചെയ്യുന്ന ഒരു പരിപാടി നമുക്ക് നിർത്താൻ പറ്റും. അതിനാണ് ഇമ്മ്യൂണോളജിക്കൽ റിജക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അബോർഷൻ ഉള്ളവർക്ക് നമ്മൾ ഈ പ്രൊജസ്ട്രോൺ മരുന്ന് തുടക്കത്തിൽ നമ്മൾ ആദ്യത്തെ ഒരു 3 മാസം നമ്മൾ ഇച്ചിരി തുടർച്ചയായിട്ട് കൊടുക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഈ എല്ലാ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനത്തെ ഒരു, അതായത് RPL റിപ്പീറ്റഡ് പ്രഗ്നൻസി ലോസ് എന്ന് പറഞ്ഞ പേഷ്യൻറ്റ് മാൻഡേറ്ററി ആണ്. അപ്പോൾ അവൾ ആക്ച്വലി ഭയങ്കര ഡൗൺ ആണ്. ഓരോ അബോർഷനും ശരിക്കും മെൻ്റലി വെരി എക്സോസ്റ്റിംഗ് ആണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ എന്തായാലും ഒരു ഡീറ്റെയിൽഡ് നെസസറി ആണെന്നുള്ളത് ഞാൻ ഡെഫിനറ്റ്ലി കൺവേ ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ ഒരു റിക്കറന്റ് പ്രഗ്നൻസി ലോസ് വരുന്ന ഒരു കപ്പിളിനെ സംബന്ധിച്ചോളം അവർ സൊസൈറ്റിയിൽ ഭയങ്കരമായിട്ട് ആ ലേഡി ഔട്ട്കാസ്റ്റഡ് ആയി പോകും. ബിക്കോസ് അവരുടെ ഗർഭപാത്രത്തിൻ്റെ പ്രശ്നമാണ്, ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ കൂടി ആയിരിക്കാം കുട്ടി പോകുന്നത്. അപ്പോൾ പലപ്പോഴും അവർ കൂടുതൽ പരിശോധനകൾക്കൊന്നും പോകാതെ ഇനി ദൈവം തരുവാണെങ്കിൽ തരട്ടെ എന്നുള്ളൊരു ലോജിക്കലല്ലാത്ത പല ഓപ്ഷൻസിലോട്ട് അവരൊന്ന് കടന്നു പോകും. പക്ഷേ അങ്ങനെയല്ല സത്യത്തിൽ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഒരു വ്യക്തത നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഡിഗ് ഡീപ്പ്, നമ്മൾ നല്ല വിധത്തിൽ അതിനെ പഠിക്കുക. എന്തുകൊണ്ടാണ് ഈ സംഭവം വന്നിരിക്കുന്നത്? അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പൊട്ടനാനെ കാണുന്നതിനേക്കാൾ ഉപരി വസ്തുനിഷ്ഠമായ എല്ലാ കാര്യങ്ങളും നമ്മൾ അപഗ്രഥിക്കാൻ നോക്കുക. അപ്പം ഒരു 80% നമുക്കൊരു ഉത്തരം കിട്ടും. ആ ഉത്തരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കുറേ കൂടി സയൻറ്റിഫിക് ആവാം, കുറേ കൂടി വ്യക്തമായ ഉത്തരങ്ങൾ നമുക്ക് കിട്ടും. ആൻഡ് ഡെഫിനറ്റ്ലി അവർക്കൊരു നല്ല സക്സസ്ഫുൾ ഔട്ട്കം കിട്ടാൻ സാധിക്കും.